നമസ്കാരം. ഞാൻ ഉൾപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തത്. അതായത് നമുക്ക് സാധാരണ സ്ത്രീകളുടെ അവരുടെ മനസ്സ് ഏകദേശം നമുക്കൊരു പിടി കിട്ടൂലോ. അവരുമായി സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെ കൂടെ ജോലി ചെയ്യണവരോ, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ഭാര്യമാരോ സഹോദരിമാരോ ഇങ്ങനെയൊക്കെ ഉള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പം അത് മനസ്സിലാക്കിയ ശേഷം എന്നാൽ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. അതായത് നമ്മൾ പാർക്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയ്ക്ക് പോകുമ്പോഴോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുറേ ആൾക്കാരെ കാണാറില്ലേ. അവർ ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര സ്നേഹത്തിൽ. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ പോണവരെ കാണാം, ഭയങ്കര സന്തോഷത്തോടു കൂടി പാർക്കിലിരിക്കണവരെ കാണാം. അതേപോലെ കൈയൊക്കെ കോർത്ത് പിടിച്ച് നടന്നു പോകുന്ന കാണാം. അപ്പം ഞാനോർത്ത് ഇവരെല്ലാം സന്തോഷവാന്മാരായിരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷവാന്മാരൊന്നുമല്ല. പുറമേ കാണുന്ന ഒരു മോടി മാത്രമേ അതിനകത്ത് ചിലർക്കുള്ളൂ. എല്ലാവർക്കും ഒന്നുമല്ല, ചിലർക്ക്. അവർക്ക് എന്താണെന്ന് പറയുക, മറ്റുള്ളവരുടെ കാണിക്കല അവർ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിന് ഒത്തിരി കാരണങ്ങൾ സ്ത്രീകളുടെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളാണ് അധികവും എനിക്ക് തോന്നിയത് കേട്ടോ. അതായത് അവർ പല കാര്യങ്ങളും ഭർത്താക്കന്മാരോട് തുറന്ന് സംസാരിക്കാറില്ല. അവർ പലതും മനസ്സിൻ്റെ ഉള്ളിൽ അവർ വെച്ചേക്കുള്ളൂ. സ്ത്രീകൾക്ക് 4 എന്നാ പറയണ സ്പേസുകൾ സ്ത്രീയുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് അമ്മ, ഭാര്യ, മകള്, ഈ പല റോഡുകളിലും സ്ത്രീകൾ ഉണ്ട്. രണ്ടാമത്തതാണ് ജോലി, അവരുടെ ജോലി കാര്യങ്ങൾ. അത് വീട്ടമ്മയാണേലും അതിനകത്ത് പെടും കേട്ടോ. അങ്ങനെ പിന്നെ മൂന്നാമതൊരു സ്പേസും കൂടെ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ കാണുന്നതിന് എല്ലാം ഉണ്ട്, വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സ്നേഹമുണ്ട്, ഭർത്താവ് സ്നേഹം കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർ സ്നേഹം കൊടുക്കുന്നുണ്ട്, മക്കൾ സ്നേഹം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തിൻ്റെ കുറവാണ് വെക്കുക, ഇവള് കിടന്നിങ്ങനെ വിഷമിക്കണേ എന്തിനാ എന്നിങ്ങനെ ചിന്തിക്കൂലേ. അപ്പം നമ്മളൊരു സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിൽ അവർ ചുമ്മാ ചോദിക്കുകയാണെങ്കിൽ അവരോട് നമ്മുടെ അല്ലെ ഒരു സ്ത്രീ മനസ്സിൽ പറയാം, നമ്മൾ എന്നുണ്ട് വിശേഷം, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ഓ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോണു എന്നേ പറയുള്ളൂ. ചിലരോട് ചോദിക്കുകയാണെങ്കിൽ പറയും ജീവിതത്തിൽ സംതൃപ്തരാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചിലപ്പം മറുപടി പറഞ്ഞേക്കാം, കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോണു, അവർ തൃപ്തരാ എന്നിങ്ങനെ പറയും. ചിലരോട് ചോദിക്കുകയാണെങ്കിലോ ഞാൻ മടുത്തു, ഇനി എനിക്കിങ്ങനെ ജീവിക്കണം എന്നൊന്നുമില്ല, ജീവിതം തന്നെ മടുത്ത് എന്ന് പറയും. ഇങ്ങനെയുള്ളവരെന്നാണെന്നറിയാവോ, കുറേ കഴിയുമ്പോൾ നിരാശയിലേക്കും എന്നാ പറയുക ആത്മഹത്യയിലേക്കും ഒക്കെ പോകാനിട വരുത്തും. എന്നാൽ ഇവരുള്ള കാര്യം തുറന്നു പറയുമോ, അതുമില്ല, അവർ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് കാരണം എനിക്ക് മനസ്സിലാക്കിയ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ കുഞ്ഞുനാളിൽ വളരണത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരെ സ്നേഹത്തോടെയും എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പാട്ട് പഠിച്ചു, ഡാൻസ് പഠിക്കേണ്ടവർ അത് പഠിച്ചു, നന്നായിട്ട് പഠിപ്പിക്കണ പിള്ളേർ അങ്ങനെ പഠിപ്പിച്ചു, ഫുൾ സ്വാതന്ത്ര്യത്തിലായിരിക്കും വളരുന്നത്. അത് കഴിയുമ്പോൾ ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ അവരെ കല്യാണം കഴിച്ചു വിട്ട് കഴിയുമ്പം ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം ഈ സ്വാതന്ത്ര്യങ്ങളൊന്നും അവിടെ അങ്ങനെ എടുക്കേണ്ട വേറൊരു രീതിയായിരിക്കും ഭർത്താവിൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് ഈ സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കൊഞ്ചീരോ ഇതൊന്നും ഈ വീട്ടിൽ കിട്ടുന്നില്ല. ആകെ മൊത്തം ഭർത്താവിൽ നിന്ന് വല്ല കൊഞ്ചിക്കലും കിട്ടിയെങ്കിലായി അതേ ഉള്ളൂ. അപ്പോൾ ഇതിന് അവരുടെ മനസ്സിലേക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് ഓർത്തുള്ള ഒരു വിഷമം അവരുടെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ ആകുമ്പോഴത്തേനും മക്കളായി, പിന്നെ അവിടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരുടെ കാര്യങ്ങളായി, പിന്നെ ഈ സ്ത്രീ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലേക്കാവും. ജോലിയുള്ള സ്ത്രീകളാണെങ്കിലോ ഇവർ ഇത്രയും പേരുടെ കാര്യങ്ങളും അന്വേഷിച്ച ശേഷം വീട്ടിലെ പണിയും ചെയ്ത് മക്കളുടെ കാര്യവും നോക്കിയിട്ട് ജോലിക്ക് പോകുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ അവരിലുണ്ടാകും. വീട്ടമ്മമാരാണെങ്കിലോ വീട്ടിലെ സർവ്വ പണികളും ചെയ്യണം, അതിൻ്റെ കൂടെ അച്ഛൻ അമ്മ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. പഴയ സ്വാതന്ത്ര്യം ഇല്ലായിരിക്കും. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, അച്ഛനും അമ്മയും അത്ര സ്വാതന്ത്ര്യത്തിലല്ല വളർത്തുന്നത്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വഴക്കൊക്കെ കേട്ടാൽ വളരണേ, നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ഒരു ജീവിതത്തിൽ വളരുന്ന പെൺകുട്ടികളാണെങ്കിൽ ഓർക്കണം എന്നാന്നറിയാം, കല്യാണം കഴിച്ചു വിടുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ അടിപൊളിയായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ട് എല്ലാം നേരത്തെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ടിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴോ അവിടെ ഈ ഭർത്താവും വീട്ടുകാരും അറിയുന്നില്ല ഇവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ സ്നേഹം വേണം, ഇത് ആഗ്രഹിക്കുന്നതെന്ന് അവരറിയും. ഇവരുടെ ഉള്ളിൽ അത് വെച്ചുകൊണ്ടിരിക്കുക. ഇവരൊട്ടും പുറത്തേക്കും പറയില്ല. അപ്പം ഇതിങ്ങനെ വെച്ചേക്കൊണ്ടിരിക്കുന്ന കാരണം എന്നാ, ഈ ഭർത്താവ് അറിയുന്നില്ല, വീട്ടുകാരറിയുന്നില്ല, ഈ കുട്ടി ഇങ്ങനെ മൂകയായി ഊമയായി ഇങ്ങനെ ഇരിക്കും, വല്ലപ്പോഴും ചോദിച്ചാൽ മിണ്ടും അല്ലെങ്കിൽ പറയില്ല എന്ന്. ചിലപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ചെങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ജോലിക്ക് പോകണം,
എന്നാൽ ഇത് പറയുമോ? അതില്ല. ഇത് പലതും ഇങ്ങനെ ആ സാഹചര്യം വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. എന്ന് വെച്ചാൽ അപ്പോഴാണ് ഭർത്താക്കന്മാരോട് തട്ടിക്കയറുക, എന്നാ അതേപോലെ മോശമായിട്ട് ചിലപ്പോൾ പെരുമാറി എന്നൊക്കെ വരുന്നത് ഈ അവസ്ഥയിലാണ്. അപ്പം നമ്മളെന്താ കാണിക്കേണ്ടത്? നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് നമ്മുടെ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കുക. നമുക്ക് ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ പലരും സാഹചര്യം കൊണ്ട് അത് തുറന്ന് പറയാതെ ഇരിക്കും. ചില പെൺകുട്ടികൾക്ക് ഡാൻസ് പഠിച്ചിട്ട് ഡാൻസൊക്കെ പെർഫോമൻസ് ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഒരു ഡാൻസ് സ്കൂൾ നടത്തണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ചിലർക്ക് പഠിപ്പിക്കാൻ പോകാൻ, ജോലി മേടിക്കണമെന്ന് ആഗ്രഹമുള്ളതായിരിക്കും. ഇതെല്ലാം ഇവർ പറയില്ല. ഇവരവരുടെ മനസ്സിലിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കും. ചിലർപ്പോൾ ഇവർക്ക് അറിയത്ത് പോലും ഇല്ലാത്തവരും കൂടെ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ചിലർക്ക് ഇങ്ങനെ യാത്രകൾ പോകുന്ന ഒത്തിരി ഇഷ്ടമുള്ള സ്ത്രീകളുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറേ അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകണം എങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇവരത് പറയില്ല. ഇവർ ഈ വീട്ടിലെ സാഹചര്യം വെച്ച് ഇവർ പറയാതിരിക്കും. പറയാതിരുന്നിട്ട് അവർ കുറേ കഴിയുമ്പോൾ അത് കുറേശ്ശെയായിട്ട് അവരുടെ പ്രതിഷേധമായിട്ട് അവർ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും. ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാന്ന് പറയുന്നത് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ആയിട്ട് ഇവർ പുറത്തേക്ക്. എന്നാൽ ഇവർ പതുക്കെ ഭർത്താവിനോട് വന്ന് കിട്ടുന്ന സാഹചര്യത്തിൽ പറയുവാണെങ്കിൽ ഇത് കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ചിലതുണ്ട്, ചില ഭർത്താക്കന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇവർക്ക് എന്നത്തിൻ്റെ കുറവാണ്, ഇവർക്കെല്ലാം ഇവിടെയുണ്ട്, ഇത് സ്നേഹമുണ്ട്, ഞാൻ ഇവളെ സഹായിക്കാറുണ്ട്, അടുക്കളപ്പണി ചെയ്തു കൊടുക്കാറുണ്ട്, പൈസയ്ക്ക് പൈസ കൊടുക്കാറുണ്ട്, വസ്ത്രത്തിന് ഭക്ഷണത്തിന് എന്തിനാണ് ഇവർക്ക് കുറവ് എന്ന് ചോദിച്ച് ചില ഭർത്താക്കന്മാർ ദേഷ്യപ്പെടുന്ന നമ്മൾ കണ്ടിട്ടില്ലേ. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊന്നുമല്ല ഈ കുട്ടിക്ക് ആവശ്യമുള്ളത്. ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ എന്നാണെന്നറിയാമോ, ഒന്ന് പുറത്തൊക്കെ ഒരു ഔട്ടിങ്ങിന് പോവുകയോ, അല്ലെങ്കിൽ ഒരു ഡാൻസ് പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ എന്നാ പാട്ട് പഠിക്കാൻ പോവുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും. അതൊന്ന് തുടർന്ന് ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കും. എന്നാൽ ഇവർ തുറന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവർ പറയുകയില്ല. ഇവരത് ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് ഇതൊരു എന്നാന്ന് പറയണേ, വലിയൊരു പ്രശ്നമായി കഴിയുമ്പോഴാണ് പുറം ലോകം അറിയണം. എന്നാലും ചിലർ പറയില്ല. എന്നാലും അവനവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പറയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് കുറേശ്ശെയാണെങ്കിലും പതുക്കെയാണെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മുടെ ഭർത്താവിനോടോ സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ അത് തുറന്നു പറയുക. എപ്പോഴും തുറന്ന് സംസാരിക്കുക. നല്ല സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അടുത്തൊക്കെ പല പെണ്ണുങ്ങളും ഭയങ്കരമായിട്ട് എന്നാന്ന് പറയണത് ദേഷ്യപ്പെട്ടും ഷൗട്ട് ചെയ്ത് നോക്കിയിരിക്കണ കാണാൻ പറ്റും. കാരണം എന്നാ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അതെന്നാന്ന് കണ്ടെത്തിയാൽ മതി. ഈ രണ്ട് സ്പേസുകൾ മാത്രമല്ല സ്ത്രീകൾക്കുള്ളത്. ഒന്ന് മക്കളെ വളർത്തുക, അമ്മ അച്ഛൻ മക്കള്, അങ്ങനെ ഭർത്താവ്, ആ ഒരു കുടുംബജീവിതം, അത് ഒന്ന്. രണ്ടാമത് ജോലി, അവരുടെ എന്നാന്ന് പറയണേ ആ തിരക്ക്, അത് രണ്ട്. മൂന്നാമത്തതാണ് നമുക്ക് കണ്ടെത്തേണ്ട സ്പേസ്. ആ സ്പേസിലാണ് സ്ത്രീകളുടെ സകല എന്നാന്ന് പറയുക ഗുണദോഷങ്ങളും അതിനകത്തായിരിക്കുന്നത്. അത് പറഞ്ഞ് അവർ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പ്രശ്നങ്ങളൊക്കെ ചുമ്മാ പുഷ്പം പോലെ തീരാവുന്നേ ഉള്ളൂന്നേ. എങ്ങനെയെങ്കിലുമൊക്കെ അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പറയുക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ തന്നെയുണ്ടോ നമ്മുടെ ജീവിതം മാറി മറിയും. അപ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ഒറ്റയടിക്ക് ചാടി പറയണമെന്നൊന്നുമില്ല. പതുക്കെ പറഞ്ഞാൽ മതി. ഇത്രയും വർഷം നമ്മുടെ മനസ്സിലിരുന്ന സാധനമല്ലേ ആഗ്രഹമുള്ളവർ. ഇനി കണ്ടെത്താത്തവരാണെങ്കിൽ അവനോട് തന്നെ ചിന്തിച്ചു നോക്കുക, എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടോ എന്ന് അവനവൻ്റെ മനസ്സിലേക്ക് തന്നെ ചോദിക്കുക. അപ്പം നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താ ആഗ്രഹം. ഇത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അധികവും ഞാൻ പെണ്ണുങ്ങളിലാണ് ഇതിങ്ങനത്തെ സ്വഭാവം കണ്ടേക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് അവർ പോലും അറിയില്ല, ചുമ്മാ ദേഷ്യപ്പെടുക, ചുമ്മാ എന്നാ പറയണേ, അവരുടെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അവർ ഈ രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പതുക്കെ എല്ലാം പുറത്തെടുത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ ചെയ്യുക. അല്ലാണ്ട് ഇത് വലിയൊരു തെറ്റൊന്നുമല്ല. ഇത് നമുക്ക് അറിയാതെ പോയത് തെറ്റ്, നമുക്ക് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നത് മാത്രമാണ് തെറ്റ്. അത് നമ്മൾ മനസ്സിലാക്കി അത് ഏത് രീതിയിലാണ് ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത് നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ചിലർക്കൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള സ്ത്രീകളുണ്ട് കേട്ടോ. അതേപോലെ ബ്യൂട്ടി പാർലർ നടത്താൻ ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ആ കോഴ്സുകളൊക്കെ പഠിക്കാൻ വിട്ട് അതിൽ അവർ വിജയിക്കുകയും ചെയ്യും. കാരണം അവരുടെ പാഷൻ അതാണ്. അപ്പോൾ അവരത് വിജയിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ തുറന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. എന്നിട്ട് ഇനിയുള്ള ജീവിതം അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വഴക്കുകളും പിണക്കങ്ങളുമായിട്ട് പുറമെ മറ്റുള്ളവരൊക്കെ ആകെ കെട്ടിപ്പിടിച്ചും സന്തോഷിച്ചും കൈകോർത്ത് പിടിച്ചും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വേണം സ്നേഹം.
ഇല്ലേ, അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യും. നമ്മുടെ ഭാര്യാഭർത്താക്കന്മാർ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന വീട്ടുകളിലെ സ്ത്രീകളെ കണ്ടാൽ തന്നെ അറിയാം, അവർ നല്ല സന്തോഷവതികളായിരിക്കും എപ്പോഴും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കി എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.